നമസ്കാരം. കോമഡി മസാലയുടെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കോമഡി മസാലയുടെ ഈ എപ്പിസോഡിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഓഡിയൻസിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം നമ്മുടെ അതിഥി താരങ്ങളെ രണ്ടുപേരെയും സ്വാഗതം ചെയ്യട്ടെ. ശ്രീ നെൽസൺ ഷൂറനാട് ആൻഡ് ഉല്ലാസ് പന്തളം. അപ്പൊ രണ്ടുപേർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷം? സുഖം. മഴയാണ്, ശക്തമായ മഴയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് മഴ എന്നാ പറയുന്നത്? അല്ല, നമ്മൾ പൊതുവേ നമ്മുടെ അവസ്ഥ എന്തൊക്കെയുണ്ട് വിശേഷം ചോദിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ വിശേഷം കൂടെ പറയണ്ടേ? ഞാൻ അമേരിക്കയിൽ നിന്നാണോ വരുന്നേ? അല്ലല്ല, ഞാൻ അമേരിക്കയിൽ നിന്നാണോ വന്നിട്ട് ചോദിക്കുന്നേ? കണ്ടങ്ങനെ തോന്നുന്നു, അതാണ് അങ്ങനെ തോന്നുമ്പോൾ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ചെറിയൊരു മദാമ ലുക്കുണ്ട്, അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. ഇവിടെ നിന്ന് തള്ളണ്ട, അവിടെ പോയിരുന്നു തള്ളിക്കോളൂ. സ്കിറ്റുമായിട്ട് ഇന്ന് വേദിയിലേക്ക് എത്തുന്ന ടീമാണ് ടീം കിങ് ജോക്കേഴ്സ്. ഓ പിന്നെ വലിയ കേമായി പോയി. അയ്യോ, കാശ് ചോദിക്കുമ്പോ അങ്ങ് എണ്ണി തരണല്ലേ, അങ്ങോട്ട് കേറ്റില്ല പോലും. നിങ്ങളൊന്ന് കേൾക്കണം, നമ്മൾ ആണുങ്ങളില്ലെങ്കിൽ ഈ റൂമിന്റെ വല്ല ആവശ്യമുണ്ടോ അവിടെ? ഒരു കാര്യമില്ല, കാശ് കേൾക്കുമ്പോ ചൊള എന്നെ കൊടുക്കുമ്പോഴേ കൊടുക്കണ. ഇപ്പൊ നമുക്ക് കാണാൻ പറ്റില്ലെന്ന് സിനിമയിൽ വരെ പ്രസവം കാണിച്ചു, പിന്നെ എന്നെ കാണിച്ചു തന്നെ കുഴപ്പം. ഇത് എന്റെ ഭാര്യയല്ലേ ഇത്? ഓഹോ, ഇവിടെ ഒരു പട്ടിക്കുറുക്കം പോലും ഇല്ലൊന്ന് സംസാരിക്കാനായിട്ട്. എന്റെ പെണ്ണുപിള്ള മാത്രമേ ഉള്ളൂ, അവളായിട്ട് കാണിക്കൂല. വർത്താനം പറയാൻ ആരുമില്ല, വെറുതെ ഇരുന്നോണ്ട് ഇവിടെ ബോറടിച്ച മനുഷ്യൻ. ചേട്ടാ, നിന്നെ മോർച്ചറി വല്ലതും ആണത്? ചേട്ടാ, ഓയ് എന്താണ് ഇതെന്നെ പ്രേതോ? എന്താ കാര്യം? എന്താ ചേട്ടാ? അത് പിന്നെ എന്റെ ഭാര്യ പ്രസവിക്കാൻ കിടക്കണ്ട ഇവിടെ. അതെന്റെ കുഴപ്പമാണോ? അതെന്റെ കുഴപ്പമാണ്. എന്നാലും ഞാനിവിടെ ഒറ്റപ്പെട്ടു പോയപ്പോൾ ഒരു ബോറടിയാണ്. വർത്താനമൊന്നും പറയാൻ ആരുമില്ല, ടെൻഷനും ഉണ്ട്. അപ്പം ഞാനൊരു ചുമ്മാ നമ്മളെ വർത്താനം പറഞ്ഞിരിക്കാൻ രസമാണല്ലോ. ഈ നമ്മുടെ കോഴിക്കോട് നടന്ന മറ്റേ ഉരുൾപൊട്ടലിനെ കുറിച്ച് എന്നാ അഭിപ്രായം? എൻ്റെ പൊന്നു സുഹൃത്തെ, 2-3 ദിവസമായി ഉറങ്ങിയിട്ട്. ഒന്ന് ഉറങ്ങിക്കൊണ്ട പ്ലീസ്, ശല്യപ്പെടുത്തരുത്, ഒന്ന് സ്വസ്ഥത തരണം പ്ലീസ്. അല്ല, അങ്ങനെ പറയാം. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുകയാണല്ലോ. നമ്മൾ ഈ റബ്ബർ ഷീറ്റിനൊക്കെ വില കൂടിയായിരുന്നു, അറിയായിരുന്നോ? എങ്ങനെ? റബ്ബർ ഷീറ്റിനൊക്കെ അന്യായ വിലയായിരുന്നു. ഈ വില കുറഞ്ഞ റബ്ബർ ഷീറ്റ് കിട്ടുമോ? ഉണ്ട്, വീട്ടിലുണ്ട്. പക്ഷെ വീട്ടിൽ പോയി എടുക്കണം. എന്തിനായിരുന്നു? അത് ഒരെണ്ണം എടുത്ത് ചുരുട്ടിക്കുട്ടി നിന്റെ അണ്ണാക്കി വെക്കണം. മനുഷ്യന് സുഖമായിട്ടായിരുന്നു ഉറങ്ങണം. എത്ര നേരമായെന്ന് പറഞ്ഞ് സഹിക്കുന്ന അല്ലേ? ഇന്ന് ഉറങ്ങാന്ന് വെച്ച് കിടന്ന ഉറക്കത്തുമില്ല, പിശാചും ഉറങ്ങും. അപ്പം ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കലാണ് നടക്കും. ആകെ ഒരു ഭ്രാന്തം കിടപ്പുണ്ട്, അതുകൊണ്ട് സംസാരിച്ചപ്പോൾ അവന് വെയിറ്റ്. അതെ, ടി വി ഉണ്ടായിരുന്നു ഇവിടെ, എന്നാ ടി വി വെച്ച് കാണാം. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിലെ 5 മുടിപ്പിൻ വളവുകൾ വീതി കൂട്ടി വികസിപ്പിക്കാൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി. ഇതിനായി വനഭൂമി വിട്ടു നൽകിക്കൊണ്ടുള്ള അറിയിപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് ലഭിച്ചു. ഗംഗ ഇപ്പൊ എവിടെ പോകുന്നു? അതുകൊള്ളാം, ഞാൻ പറഞ്ഞില്ലേ അല്ലിക്ക് കല്യാണാഭരണം എടുക്കാൻ പോണെന്ന്. പറഞ്ഞായിരുന്നല്ലോ പിന്നെ. ഗംഗ ഇപ്പൊ പോണ്ട. പുള്ളി തുടങ്ങി. ഞാൻ പോണ്ടേ? പോയാ ഞാനിന്ന് രാവിലെയും പറഞ്ഞിരുന്നതാണല്ലോ, പിന്നെന്താ ഇപ്പോഴൊരു മനംമാറ്റം? ഗംഗ ഇപ്പൊ പോണ്ട. അവൻ സമ്മതിക്കൂല. അവൻ നല്ല ധൈര്യം പറയാം. അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാല്? അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണോളെ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? നിനക്ക് എന്താ കുഴപ്പം? എന്താ ഞാൻ കൂടെ പോയാല്? പോകണ്ട. പിന്നെ ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. എന്താ ആരുമൊന്നും പറയാത്തത്? എന്താണ് നിനക്ക്? എന്താ ഇരിക്കുന്നോ? നിനക്ക് ഉരുൾപൊട്ടൽ വന്നപ്പോ നിനക്ക് 3 ദിവസത്തെ ഉറക്കക്ഷീണം, കണ്ണ് തുറക്കാനുള്ള അതിന്റെ. ഇപ്പൊ ബുൾസൈ പോലെയാണോ നിന്റെ കണ്ണ് പുറത്തേക്ക് കയറി വന്നത്? ഇപ്പൊ നിനക്ക് ഷീറ്റ് വേണം, എന്റെ അണ്ണാക്കിൽ കുത്തി കയറ്റണം. എന്തൊക്കെയാണ് നിനക്ക്? അടിച്ചതിന് ക്ഷയിപ്പിക്കാൻ പറ്റും. അന്ന് പാവപ്പെട്ടൊരു പെണ്ണ് തുണിയിലാണ്ട് വന്നപ്പോ അപ്പൊ തന്നെ അവൻ കയറി വന്നേക്കണം കാണാനായിട്ട്. മറ്റേ കിടന്ന് ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങിയാണോ? ഉറങ്ങി എന്നെ കിടത്തി ഉറക്കാൻ ചുട്ട് നീ കൂടുതൽ സംസാരിക്കണ്ട. ഒട്ടും സംസാരിക്കണ്ട. ഇതൊരു പ്രസവ വാർഡാണ്. നിങ്ങൾ ഇങ്ങനെ എവിടെ മേളം വെച്ചാൽ അകത്ത് പെണ്ണുങ്ങൾ എങ്ങനെ മനസ്സമാധാനത്തോട് പ്രസവിക്കും? ഇതെന്താ ചന്തയോ?
ഇത്രയും നേരം ഇത് തന്നെയാണെന്ന് വിചാരിച്ചിരുന്നത്. നിങ്ങളിത് വന്നപ്പോൾ ചന്തയായിട്ടേ തോന്നണത്. നിങ്ങളുടെ അണ്ണാക്കിന് വല്ല സൈലൻസറും കുത്തിക്കയറ്റാവോ? സൗമ്യയുടെ ഭർത്താവല്ലേ? ആണെങ്കിൽ ബ്ലഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടോ? ഓ പോസിറ്റീവ്. എൻ്റെ ഒരു കൂട്ടുകാരൻ അങ്ങ് ലോകമുള്ള പുള്ളിക്കാരൻ കൊണ്ട് തന്നായിരുന്നല്ലോ. അത് ഓ നെഗറ്റീവ് ആണോ? അത് പറ്റത്തില്ല. ഇങ്ങനെ നെഗറ്റീവായിട്ട് സംസാരിക്കല്ലേ, ഒന്ന് പോസിറ്റീവായിട്ട് ചിന്തിച്ചു നോക്കി. എങ്ങനെ? അതായത് നമ്മുടെ കയ്യിൽ ഓ നെഗറ്റീവ് ഉണ്ടല്ലോ, ആ. നടുക്കേക്കിട്ട് ഒരു വരയിട്ട ഓ പോസിറ്റീവ് ആയില്ലേ? എടോ അത് ചേരൂലടോ. അപ്പൊ അത് ചേരില്ലേ? ഇല്ല ചേരില്ല. അങ്ങനെയാണെങ്കിൽ കാര്യം ചെയ്യ്, ആ. എന്റെ രക്തം കൊടുത്തോ. നിങ്ങളുടെ രണ്ടുപേരുടെയും ബ്ലഡ് ഗ്രൂപ്പ് വേറെ വേറെ അല്ലേ? അല്ല, ഒന്നാണ്. അതെങ്ങനെ? 10 വർഷമായിട്ട് എന്റെ ചോര കുറിച്ച് ജീവിക്കണ ആള്, മനസ്സിലായ? അപ്പൊ എന്റെ രക്തമായിരിക്കും അവക്കും. താൻ ബ്ലഡ് ബാങ്കിൽ പോയി വേഗം ഓ പോസിറ്റീവ് ബ്ലഡ് അറേഞ്ച് ചെയ്യാൻ നോക്ക്. അതെ, ഡോക്ടർ വരുമോ? വരുമ്പോ പറയാം. മാറ്. അയ്യോ 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 അയ്യോ. എന്ത് പറ്റുന്ന എന്തടി എന്നെ ഇടിക്കുന്നേ? കൊച്ചു വയറ്റിൽ കിടന്ന് 4 ചവിട്ട്. അതിന്റെ കാരണക്കാരനായ നിങ്ങൾക്ക് ഞാൻ 2 ചവിട്ടെങ്കിലും തരട്ടെ മനുഷ്യ. എന്ത് പറ്റുന്ന ഇതിപ്പോ? ഇത് ഗ്യാസിന്റെ ഗ്യാസിന്റെ അല്ല, ഇത് ജോസിന്റെ. ഈ ജോസിന്റെ. ഈ ജോസ് എന്ന് പറയാൻ എന്നെ കീരിക്കാടൻ ജോസാണ് ഇയാള്. കീരിക്കാടൻ ജോസ് അല്ല, ആ. വെറും ജോസാ. പക്ഷെ ഇതൊക്കെ ചെയ്യാൻ എനിക്കറിയാം. ആണോ? ഇപ്പൊ നീ കിടന്ന കാര്യടി നീ എന്ത് കിടന്ന കാര്യം? ഇവള് മരൊക്കെ ഉണ്ടല്ലോ, ഇവള് മരൊക്കെ 3-ാം മാസം വരെ ജോലി ചെയ്യാൻ ഞാൻ പറയും. എടി എക്സസൈസ് ചെയ്യണമെന്ന് ഞാൻ പറയും. ചെയ്യില്ല. ഇവള് മരൊക്കെ തുണി നനയ്ക്കുവോ? വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ. ഉണ്ടല്ലോ. ചമ്മന്തി അരയ്ക്കുവോ? മിക്സി ഉണ്ടല്ലോ. മിക്സി ഉണ്ട്. ഉണ്ട്. മീൻ വെട്ടുവോ? നമ്മളുണ്ടല്ലോ ഭർത്താക്കന്മാര്. അങ്ങനൊക്കെ ചെയ്യണമായിരുന്നു. നിനക്ക് സുഖപ്രസവം, നിനക്ക് ഓപ്പറേഷൻ വേണം, സുഖമായിട്ട് നിനക്ക് പ്രസവിച്ചിട്ട് വീട്ടിൽ പോയിരുന്നു. ഒരു ജോലി ചെയ്യത്തില്ല, ഒന്നും ചെയ്യത്തില്ല, വന്നേക്കുവാ. ഞാൻ അങ്ങനെ എന്റെ അമ്മ എന്നെ അങ്ങനെ പ്രസവിച്ചെന്നറിയാം. എങ്ങനെയായിരുന്നു? എന്റെ അമ്മ എന്നെ കിണറ്റിലാ പ്രസവിച്ചേ. അതിനെ തവളക്കുഞ്ഞായിരുന്നു ഇയാള്. അല്ലെന്ന് അമ്മയ്ക്ക് കിണർ പണിയായിരുന്നല്ലോ. ആ. അമ്മ കിണർ പണി ചെയ്ത് 9-ാം മാസം അമ്മ കിണറിന്റെ പണിക്ക് പോയി. അമ്മ കിണറിന്റെ പണിക്ക് പോയിട്ട് അമ്മ ഞാൻ കൊത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെ അമ്മ അങ്ങോട്ട് മേളോട്ട് വിളിച്ചു പറഞ്ഞു, അടുത്ത വരാൻ പോകുന്നത് മണ്ണല്ല, ഒരു കൊട്ടയ്ക്കകത്തൊരു കുഞ്ഞാന്ന് പറഞ്ഞു. ആ, അതെടുത്ത് മാറ്റി അവിടെ വെച്ചാൽ 5 മണിയാകുമ്പോ ഞാൻ പണി കഴിഞ്ഞ് വരുമ്പോ തന്നാ മതി എന്ന് പറഞ്ഞു. നിസ്സാര സംഭവം. ഈ വോയിസ് ആറാ അവര് കേൾക്കുന്നത്. അങ്ങനെ കുഞ്ഞിനെ അവര് കൊട്ടയ്ക്കകത്തെടുത്ത് വെയിലത്ത് വെച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കറുത്തു പോയത്. അതാണ് പറ്റിപ്പോയി, ചതി. അത് അവര് ചതിച്ചതാ. ഈ പണിക്കാരൻ ആ സമയത്ത് ആ കൊട്ട വെയിലത്തല്ലാതെ ഒരു മരത്തിന്റെ തണലത്താണ് കൊണ്ടുവച്ചിരുന്നെങ്കിലോ ആ കൊച്ചിനെ കാക്ക തൂറി നശിപ്പിച്ചേനെ. സൈലൻസ് പ്ലീസ്. ന്യൂ അഡ്മിഷൻ ആണോ? എന്താ പേര്? വനജ. ഡോക്ടർ എപ്പ വരും? വരുമ്പോ വരും. വാ ഇങ്ങോട്ട്. അല്ലയാ, ഞാൻ പോയിട്ട് വരാം. പുള്ളി പറഞ്ഞ കറക്റ്റാ. നിനക്ക് ഉണ്ടാണ് കൊച്ചു കറുത്ത് തന്നെ ഇരിക്കുള്ളൂ. ഇവന്റെ അല്ലേ? പിന്നെ എന്നെയൊക്കെ നോക്കിയായിരുന്നു. അല്ല പിന്നെ ഷർട്ടും പൊക്കി ആ ടേബിളാ വന്ന് കിടക്കുന്നു. എടുക്കാൻ എന്താന്ന് വെച്ചാൽ എടുത്തോളാം. ഞാൻ ബ്ലഡ് എടുക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഇതാണ് ഇങ്ങനെ കുഴപ്പം. കട്ടിൽ കണ്ട അപ്പ കയറി കിടക്കും. അനുഭവിക്കണം മൊത്തം ഞാൻ. ആദ്യത്തെ പ്രസവമാണോ? 8-ാം ക്ലാസ്സിൽ വെച്ച് തെന്നി വീണെന്ന്. എന്താ അറിയോ, ഈ സ്കൂളിലെ കാലാവസ്ഥയൊക്കെ അങ്ങനെയാ. ചുമയാടവൻ ഭയങ്കര ചുമയാണല്ലോ. അത് പുള്ളിക്കാരൻ പുള്ളിക്കാരന് സിറപ്പ് മേടിച്ചു കൊടുത്താൽ മതി. സിറപ്പ് മേടിച്ചാലും ചാവൂല അവൻ. പിന്നെ ഞാൻ അകത്ത് കയറിയപ്പോഴേ ഒരു കിടുക്കാച്ചി, ഒരു സുന്ദരി പെണ്ണ്, അത് മൂക്കിനൊക്കെ ഭയങ്കര നീളം, മുടിയൊക്കെ ഇത്രയുണ്ട്. വെളുത്തിട്ടാണോ? വെളുത്തിട്ട് ഒരു നീല നൈറ്റി, പുള്ളിയൊക്കെ. അതെന്റെ ഭാര്യ. എന്നോട് പറഞ്ഞു കുഴപ്പമില്ലല്ലോ. ഞാൻ കണ്ടിട്ടില്ല. അവനിപ്പോ ഉറക്കമല്ലോ, ഒന്നുമില്ല അവന്. ഞാൻ കണ്ടില്ല കേട്ടോ. കണ്ടില്ലല്ലോ. ഞാൻ മായിച്ചു കളഞ്ഞു. ഒന്നുമില്ല. ഇവന് വല്ല സിറപ്പ് വല്ലതും മേടിച്ചു കൊടുക്കും. ഇത് നിങ്ങളുടെ എങ്ങനെയത്? ഇത് നിങ്ങൾ വേറെ കേസുണ്ട്. നിങ്ങൾ ആദ്യത്തെ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ടെൻഷൻ. അതായിരിക്കും ടെൻഷൻ. നിങ്ങളുടെ എത്രാമത്തെ? 3-ാമത്തെ. 3-ാമത്തെ കുട്ടിയാണോ? കുട്ടിയല്ലേ, പെണ്ണുമ്പിള്ള. 3-ാമത്തെ ഭാര്യയാണോ? അതെന്നെ 3 കല്യാണം കഴിച്ചോ? 3 2 ഇട്ടിട്ട് പോയി. അത് ചിലർ അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ടേ ആളിനെ അറിയത്തുള്ളൂ. ഇത് ലക്കാ, ലക്ക്. ഡോക്ടർ രണ്ടസ്ഥി പൊട്ടിയിട്ടുണ്ട്. ആറ് എൻ്റെ നിനക്ക് ഈ വഴിയുടെ അടുക്കാണ് കയറി കിടക്കാൻ കണ്ടത്. അല്ല, എന്റെ കാര്യം എന്തായെന്ന് അറിയാം. എന്റെ കാര്യം ശരിയാക്കി തരാന്ന് പറഞ്ഞല്ലോ. അതെ, ഞാൻ അവിടെ ഇരുന്ന് മാറിയിരുന്നോട്ടെ. മാറിയിരിക്കേ. അയ്യോ, ബാക്കിയുള്ള വീഴിക്കാറുണ്ട്. എന്റെ 2 അസ്ഥി ഒടിഞ്ഞു. അയ്യോ,
വനജയുടെ അല്ലേ? വനജയല്ലേ? അത് വനജയുടെ ഭർത്താവാ. വനജയുടെ ഭർത്താവ് എന്താണ് 2 എക്സ്റേ ആയിട്ട് വന്നത്? ഞാനും വനജയും കൂടാണ് എക്സ്റേ എടുക്കാൻ പോയത്. ഞാൻ കൂടെ പോയതല്ലേ, അപ്പൊ എന്റെ കൂടെ ഒക്കെ എടുത്ത്. അതെന്തിനാ? അല്ല, അവിടെ മുന്നിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ. എന്തിന്? അവള് പറയുന്ന നട്ടലില്ല എന്നാ. അപ്പൊ അവിടെ മുന്നിൽ എനിക്ക് നട്ടലുണ്ടെന്ന് കാണിക്കാൻ. നട്ടലുണ്ട്, അതിന്റെ ഇടയ്ക്ക് 2-3 അസ്ഥികളില്ലല്ലോ. അതെന്താണെന്നറിയാമോ? പുരുഷന്റെ വാരിയിൽ എടുത്തിട്ടാണ് സ്ത്രീയെ സൃഷ്ടിച്ചേക്കുന്നത്. അപ്പൊ അങ്ങനെ ഇടയ്ക്കൊന്നും ഒരു അസ്ഥി പോയതായിരിക്കും. അതല്ല, നിന്റെ വെണ്ണമ്പിള്ള വാരിക്കരി ഉണ്ടാക്കാനായിട്ട് വാരി വലിച്ചൂരി എടുത്തതായിരിക്കും. ഇതെന്നാ പരിപാടി? അല്ല ഡോക്ടറല്ലേ പറഞ്ഞേ 3-ാം മാസം മുതൽ ഫ്രൂട്ട്സ് കഴിക്കണമെന്ന്. ആ അന്ന് മുതൽ തുടങ്ങിയതാ. എന്നാ നിർത്തണ്ടേ? അതെ സാർ, 3-ാം മാസം മുതൽ തുടങ്ങി പറഞ്ഞ പോലെ തന്നെ ചെയ്തു ഞാൻ. ആരാ? ഭാര്യയാണോ? ആരും അകത്ത് കിടക്കണു. താനാ കഴിക്കണത്? ഡോക്ടർ പറഞ്ഞല്ലോ ഗർഭിണി ആയതിനു ശേഷം 3-ാം മാസം മുതൽ ഫ്രൂട്ട്സ് കുത്തി കട്ടണം. അതാ പെണ്ണുമ്പോഴോടാ പറഞ്ഞത്, അല്ല നിന്നോട് ഉണ്ടാക്കാനല്ല പറഞ്ഞത്. അവളോടാണ് പറഞ്ഞത്. ഒരു പഴം ചോദിച്ചിട്ട് ഞാൻ അവൾക്ക് കൊടുത്തില്ല, പോടിയെന്ന് പറഞ്ഞു ഓടിച്ചത് അവളെ. നിങ്ങൾ പറയുമ്പോൾ മര്യാദയ്ക്ക് പറയണ്ടേ? പറയണ്ടേന്ന്. ഈ ഒരു കാര്യം ചെയ്യണം എന്നാ, അകത്ത് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അവള് കരയാതെ നോക്കണം കേട്ടോ. ഞാൻ മയക്കുക ചെയ്യുള്ളൂ. എന്നു മയക്കുക ചെയ്യത്തുള്ളൂ. മയക്കരുത്. അതിനാ ഞാൻ മയക്കിപ്പോ എൻ്റെ ഒപ്പം വന്നതാ. ആണോ? മയക്കത്തില്ല. Doctor, report. What is this? This is lab report. This some mistake with all other sounds of sleep flow we don't amplify. Of course. Eh? Oh. This is operation the full day it. But sister. ഒരു അതെ, നാളെ ഡേ ആണോ നൈറ്റ് ആണോ? Night duty. പൊളിക്കും ഞാൻ. പഴത്തിന്റെ ശരിയാക്കി തരാം. വേറൊന്നുമല്ല, 5 മാസമായുള്ളൂ എന്റെ കല്യാണം കഴിച്ചിട്ട്. 5 മാസോ? 5 മാസമായുള്ളത്. അപ്പൊ പൂർണ്ണ ഗർഭിണിയായിട്ടല്ലേ കൊണ്ടുവന്നേക്കണേ? ഞാനിത് ചോദിച്ചു അവളോട്. ഞാൻ പറഞ്ഞു നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 5 മാസമല്ലേ ആയുള്ളൂ, ഇതെങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചപ്പോൾ അവള് പറഞ്ഞു കുഴപ്പമില്ല, ദൈവം തന്നല്ലേ ഓക്കെ എന്ന് പറഞ്ഞു. ആണോ? ആ, ഞാനും ഈ ദൈവത്തിന്റെ പേര് വല്ലതും പറഞ്ഞായിരുന്നോ? ബിജുന്നോ മറ്റോ പറഞ്ഞു. ബിജു. ബിജു? ആ, ബിജു. നേരിട്ട് കണ്ടിട്ടുണ്ടോ ഇയാളെ? അവള് കണ്ടിട്ടുണ്ട് ദൈവത്തിനെ. ഞാൻ പിന്നെ ദൈവത്തെ വിളിക്കാറുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തെങ്കിലും കണ്ടുമുട്ടുന്നു? എന്തെങ്കിലും കണ്ടുമുട്ടും. മുട്ടാതിരിക്കാൻ ഇല്ലല്ലോ. ഇല്ല. അത് തന്നെ. ടീന, Yes, doctor. ഇവിടെ വരൂ. എന്താ ഡോക്ടർ? ബ്ലൗസ് ഊരിയിട്ട് വരൂ. Yes, doctor. ബ്ലൗസ് എന്നല്ല പറഞ്ഞേ, ഗ്ലൗസ് എന്നാ പറഞ്ഞേ. എനിക്ക് തെറ്റിപ്പോയതാ. ഓടി വന്നേക്കോ എന്നാലും കാണാനായിട്ട്. ഓരോരുത്തരും ഓരോ യാതൊരു ബോധവും ഇല്ലാതെ. നമ്മുടെ കാര്യം എന്തായി? നമ്മുടെ കാര്യം അല്ല, ഞാൻ പറഞ്ഞല്ലോ അത് ശരിയാക്കി തരാന്ന് പറഞ്ഞല്ലോ. അതെ ഡോക്ടറെ, കുറെ നേരം അയാൾ വന്നപ്പോ തൊട്ട് എന്റെ കാര്യം എന്താ ഇത് ആരാ ഇത്? ആരാന്നോ? എഴുന്നേറ്റ് വാ പറയാം. ഇതേ അങ്ങോട്ട് തിരികെ ചെങ്കണ്ണുമായിട്ട് വന്നതാ. ആരാണ്ട് പറഞ്ഞു മുലപ്പാൽ ഒഴിച്ചാൽ ചെങ്കണ്ണ് മാറുന്നു. അപ്പൊ അതിനു വേണ്ടി വന്ന് കിടക്കും. ഒരു പെണ്ണുങ്ങൾ പോലും പ്രസവിച്ചിട്ടില്ല. ഇതെന്നാ? ഒരു പാത്രം പാല് തന്നെ. ഇത് സൊസൈറ്റി അല്ല പാല് മേടിച്ചോണ്ട് പോകാൻ. അതല്ല, വീട്ടിലെല്ലാവർക്കും ഇത് പകരാൻ സാധ്യതയുണ്ടല്ലോ. അപ്പൊ എപ്പോഴും ഇങ്ങോട്ട് ഓടി വരണ്ടല്ലോ എന്ന് കരുതി. ഇറങ്ങും. മറ്റേ അടിച്ചു പൊട്ടിക്കാൻ പോ. പൊക്കോ. എന്തായാലും നടക്കും. ഇവിടെ കിടക്ക്. ഇതിനകത്ത് ജേഴ്സി പശു അല്ല പ്രസവിച്ച് കിടക്കണത്. ഡോക്ടർ, സിസ്റ്റർ വിളിക്കുന്നു. സിസ്റ്റർ, ഡോക്ടർ, എന്താണ് ഇത് കണ്ടോ? ഇതെന്ത് പറ്റിയെന്ന് പറ. എനിക്കറിയില്ല ഡോക്ടർ. എടുക്കത് എവിടെയത്? ചെയ്യാം. ഒരു കൂടം കിട്ടും. കൂടെ മീൻ മേടിക്കാനാണോ? കൂടല്ലെന്ന് കൂടം ഒരു മൂർച്ചയുള്ള
കത്തി വല്ലോ ഞാൻ തരാം ഇത് എന്റെ കൊടു, കൊടു. ഇവിടെ ഉണ്ടെന്ന്. ഇതൊക്കെ കൊണ്ടുപോകണം പോണോ? ഇതൊക്കെ ഇവിടെ ആവശ്യപ്പെടുന്നത് എനിക്കറിയാലോ. എന്തിനാണ് എനിക്കറിയാം ഇത് ആവശ്യമുണ്ട്. എന്തിനാ വെച്ചത്? നിങ്ങളോട് ഞാൻ പറഞ്ഞില്ല സിസ്റ്റർ, നിങ്ങൾ എന്ത് പറഞ്ഞാൽ ഈ പരിപാടിയായി കാണിക്കില്ല. എനിക്ക് ചെയ്യണ്ട. ഞാൻ പറഞ്ഞതല്ലേ. ഡോക്ടർ എന്താ ഡോക്ടർ? കോടാലി എന്തെങ്കിലും കിട്ടുമോ? ഉണ്ട്, കോടാലിയുണ്ട്. കോടാലിയോ? ഇതിനെന്തിനാ കോടാലി? ഇതുകൊണ്ടെങ്കിലും കറക്റ്റ് ചെയ്യണം. വേറെ ആയുധമില്ല. പോണ്ട. ഡോക്ടർ ഒന്നും ചെയ്യരുത് പ്ലീസ്. Please, ഡോക്ടർ. കടുകൈ ചെയ്യരുത് ഡോക്ടർ. ഡോക്ടർ വിട്ടാളാ, ഞങ്ങൾ കൊണ്ടുപോകോളാം, തിരിച്ചു കൊണ്ടുപോകോളാം. നിങ്ങൾ ശാന്തമായിട്ടിരിക്കുക. എന്താ സംഭവിച്ചെന്ന് അറിയില്ല. എന്തിനൊന്നും ആവശ്യമില്ലായിരുന്നു. പേടിക്കണ്ടെന്നേ, നമുക്ക് കുഴപ്പമില്ല. ഞാൻ മിക്ക ദിവസങ്ങൾ വന്നാ കണ്ണുനീനായിട്ടെ. എനിക്കറിയാം. അയ്യോ, എന്തായി ഡോക്ടർ? എന്താ സാർ മുടത്തു പോയി. പ്രസവിച്ചോ കുഞ്ഞെന്നാ? സക്സസ്. സക്സസ് ആയി. എന്റെ ഭാര്യ പ്രസവിച്ചോ? എന്റെ ഭാര്യ പ്രസവിച്ചോ? ഭാര്യ പ്രസവിച്ചില്ല. സക്സസ് എന്ന് പറഞ്ഞു. എടാ, ഞാൻ വെച്ചിരുന്ന മരുന്നെല്ലാം കൂടെ അലമാരിക്കകത്ത് പൂട്ടി വെച്ചു. അതിന്റെ താക്കോലുണ്ട്, അവൻ പോയി. അത് തല്ലി പൊളിച്ചിട്ടല്ലേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതാണ് ഇതെല്ലാം തല്ലി പൊളിച്ചിട്ടേക്കോ. താക്കോല് തല്ലി പൊളിക്കാനാണ് ഈ ബഹളം മുഴുവൻ ഉണ്ടാക്കിയത്. പിന്നെ അല്ലാതെ ഓരോ ഡേറ്റ് ഓരോ മാസം പറയാ. ഇപ്പൊ നടക്കും പിന്നെ നടക്കുന്നത് എങ്ങനെ ഉറപ്പിച്ച് പറയാം. ഇപ്പൊ നടക്കും പിന്നെ നടക്കുമെന്ന് പറയാനേ എനിക്ക് പറ്റുള്ളൂ. ഇതൊന്നും വേദന ഇല്ലെന്നോ? പെയിനില്ലേ? പെയിനില്ലെന്നോ? ഞാൻ പറഞ്ഞു എന്തെങ്കിലും കൊടുത്തത് എങ്ങനെ ശരിയാക്ക്. എടാ, പിള്ളേരെ കാലെടുത്തി അപ്പീഡിപ്പിക്കണ പെണ്ണുങ്ങളെ എന്റെ കാലെടുത്തി പ്രസവിപ്പിക്കാൻ പറ്റുമോ? അതില്ല. പറ്റുമോ? അതില്ല. ഇന്ന് ഉണ്ടാവോ? ഇന്നുണ്ടാവോ? ഇന്ന് ചിലപ്പോ ഉണ്ടാവും, ചിലപ്പോ നാളെ ഉണ്ടാവും, ചിലപ്പോ മറ്റന്നാൾ ഉണ്ടാവും. ഇതെന്തോ ഇത് കാലാവസ്ഥ നിരീക്ഷണത്തിലാണോ ലേബർ റൂമാണോ? എനിക്ക് അറിയാൻ പറ്റി ചോദിക്കുക. കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ കാലാവസ്ഥയുടെ ഒരു മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യത പറയുന്നതിലോട്ടാണ്. ഈ മഴയൊക്കെ പെയ്തതിന് പേരിൽ ഇവിടെ വന്ന് കിടക്കണത്. അത് മനസ്സിലാക്കണം. അതല്ല ഡോക്ടർ, സംഭവം ഇന്നുണ്ടാവൂലല്ലോ. എന്തായാലും ഇന്നുണ്ടാകാൻ വഴിയില്ല. സംഭവം എന്നാണെന്നറിയോ? ഇന്ന് ബ്രസീലിന്റെയും അർജന്റീനയുടെയും ഫൈനൽ നടക്കുന്ന ദിവസമല്ലേ ലോകകപ്പ്. ഇന്നോ? ഇപ്പൊ തന്നെ കളി തുടങ്ങും. TV അങ്ങനെയാണ് ഇവിടെ ഇരുന്ന് നമുക്ക് കളി കാണാലോ. അതിനാണ് ചോദിച്ചത്. ഇവിടെ ഇന്നും ഉണ്ടായില്ല. ഞാൻ പോവാ. ഒന്നും പറയാൻ പറ്റില്ല. എങ്ങനെ കളിയപ്പോ കാണാം. കളി കാണാം. ഏത് ടീമിന്റെ ഫാനാണ്? ബ്രസീൽ. 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 അർജന്റീന. അർജന്റീന. ഞാൻ ബ്രസീല. ബ്രസീൽ. മെസ്സിമോനോ? ഓക്കെ. ഞാൻ നെയ്മർ. നീ നെയ്മീനായോ? നെയ്മർ അല്ല നെയ്മർ. ആ, നീ കളി വെച്ചേ. കളി അങ്ങോട്ട് പോയി. കളി തുടങ്ങാനായില്ലോ. ഏയ് ആഹാ 307. പ്രസവം അവിടെ കിടക്കും. വീർപ്പടക്കി പിടിച്ച് ശ്വാസമടക്കി പിടിച്ച് സോച്ചി. നിങ്ങളിത് കാണുക. Why this man is called a genius. എന്താണ് എന്തുകൊണ്ടാണ് ഞാൻ ശിക്ഷിച്ചോണ്ടിരിക്കുക, മറന്നുപോയി. പോർച്ചുഗലിന്റെ ഈ പ്രിയപുത്രൻ അർഹനായത് എന്ന് അടിവരയിട്ടിരിക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ. കേബിള് പോയി. നീ എന്റെ ടീം ഇത്ര ഫൗള് കാണിച്ചപ്പോഴേ എനിക്കറിയാം. നമ്മുടെ ടീമല്ലേ ഈ കേരളത്തിൽ മൊത്തം അത് അത്യാവശ്യം എന്തിനും കാണുമ്പോ ഈ കേബിൾ പണിക്കാരെ മുഴുവൻ പണിയാണ്. കേബിൾ കട്ടാവും. മൂത്ത് വരുമായിരുന്നു. ഞാൻ പറയട്ടെ, ഇപ്പൊ ഞങ്ങൾ അർജന്റീന ഞങ്ങൾ ഗോൾ ചെയ്യുന്നപ്പോ അർജന്റീന കോപ്പടിക്കും ഗോള്. അർജന്റീന ഗോളിക്കില്ലോ. അർജന്റീന ഗോള്. നിങ്ങൾ ഫൗള് കാണിച്ചോണ്ട് മാത്രമാണ്. അങ്ങനെയാണ് ഞാനും. അടിക്കോ. എന്താ പണിയെ കാണിച്ചത്? അയ്യൊക്കെ ഒന്നാമത് ഫുട്ബോൾ ഇഷ്ടമല്ല, ഒന്നും നമ്മുടെ പെണ്ണ് ഈ ഡോക്ടർ ഈ പിണങ്ങി ഇറങ്ങി പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പറയാ? പുള്ളിന്റെ ആളാണോ? നിങ്ങളെ ഭാര്യ അതൊക്കെ പ്രസവം നടക്കണ്ട. ഇയാള് വലിയ പുള്ളിയാണല്ലോ ഈ ഡോക്ടർ. അത് പുള്ളി അറിഞ്ഞോണ്ട് എക്സസൈസ് ചെയ്യിപ്പി അങ്ങനെ ഇറക്കിയതാ അല്ലേ? നെയ്യ് ഉണ്ടായല്ലോ അതല്ലേ. എന്താണെങ്കിലും നീ കളി വെച്ചേ വന്നു. സമ്മതില്ല. അയ്യോ, കളി സമ്മതില്ല. അർജന്റീന ബ്രസീൽ സമ്മതില്ല. അയ്യോ അയ്യോ ഡോക്ടർ
അർജന്റീനയും ബ്രസീലും സമനില. സമനില. ആ, ഒറ്റ ട്രോഫി അവർക്ക് ട്രോഫി കിട്ടി. ആ എന്നാ നിനക്ക് ഞാനൊരു ട്രോഫി അങ്ങ് തരും. എനിക്ക് ട്രോഫി നിന്റെ പെണ്ണുമ്പിള്ള പ്രസവിച്ചാവേ. ആണല്ലേ പെണ്ണ്? ആണോന്നാ ചോദിച്ചത്? അത് പ്രസവിച്ചു. അടിപൊളി. സന്തോഷമായി. ഡോക്ടർ, ഇനി എനിക്ക് കുട്ടികൾ വേണം ഡോക്ടർ. ഇനി എനിക്ക് കുട്ടികൾ വേണം. ഇനി നിനക്ക് കുട്ടികൾ ഉണ്ടാവില്ല. നിന്റെ പെണ്ണുമ്പിള്ള എനിക്കൊരു സാധനം തന്നു വിട്ടിട്ടുണ്ട്. അത് ഒരു ചോപ്പ് കാർഡ്. അതിന് നിന്റെ പെണ്ണുമ്പിള്ള പ്രസവം നിർത്തി. പൊളിച്ചടുക്കി. വളരെ ആനുകാലിക പ്രസക്തിയുള്ള ഒരു വിഷയമായിരുന്നു എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ എല്ലായിടത്തും ഫുട്ബോൾ തരംഗമാണ്. അപ്പൊ ലേബർ റൂമും ഫുട്ബോളും ഒക്കെ കൂടെ മിക്സ് ചെയ്ത് കറക്റ്റ് ടൈമിലുള്ളൊരു ഗോളായിരുന്നു. അടിപൊളി. അല്ല ചേട്ടാ, തകർത്തു. അതിലും മേലെ പറയാൻ ആഗ്രഹമുണ്ട്. കാരണം അത്രയ്ക്ക് ഗംഭീരമായിരുന്നു. ഐത്തണ്ണനും അനീഷും സുമേഷും ഒക്കെ വരുമ്പോൾ നമ്മൾ ഒരു വലിയ പ്രതീക്ഷയാണ്. അതെ, അത് തെറ്റിച്ചില്ല. എനിക്ക് തോന്നുന്നു ഇവരുടെ ചെയ്ത പെർഫോമൻസിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് ആയിരുന്നു ഇന്നത്തേത്. ഇതിനെ ഒരു സ്കിറ്റായിട്ട് പറയാൻ പറ്റത്തില്ല. ഒരു ലേബർ റൂമിൻ്റെ ഫ്രണ്ടിൽ നടക്കുന്ന വളരെ നാച്ചുറലായിട്ട് അത് അഭിനയിക്കുകയാണെന്ന് തോന്നാത്ത രീതിയിലാണ് അവർ പ്രസൻറ്റ് ചെയ്തതും. ഒരുപാട് ചിരിക്കാനുണ്ടായിരുന്നു. അതാണെങ്കിൽ എടുത്തു പറയേണ്ട കാര്യം, ഇവിടെ വഴക്കിടുമ്പോഴും സുമേഷ് ആ പഴം എടുത്ത് തിന്നോണ്ടിരിക്കുക. സത്യം പറയാം, എത്ര പഴം കഴിച്ചതിനിടയ്ക്ക്? 5 പഴമൊക്കെ കഴിച്ചത്. ഇതിലേറ്റവും കൂടുതൽ തകർത്തത് സുമേഷാണ്. സുമേഷിൻ്റെ കയ്യിലായിരുന്നു ഈ സ്കിറ്റ്. അത് ആദ്യം തൊട്ട് അവസാനം വരെ അതങ്ങനെ ഒരു ഒട്ടും താന്നു പോകാതെ അത് മെയിൻറ്റെയിൻസ് ചെയ്തു. പിന്നെ അനീഷ് വന്നപ്പോൾ പിന്നെയും അവരുടെ കോമ്പിനേഷൻ പിന്നെ ഈ സ്കിറ്റ് മുകളിലോട്ട് കയറ്റി. ഏറ്റവും അവസാനം ഡോക്ടറുടെ വരവോട് അതൊരു മാസ് വരവായിരുന്നു. എക്സ്റേ ഒക്കെ ആയിട്ട് വന്ന് വീഴുന്നത് ശരിക്കും വേദന എടുത്തെന്ന് തോന്നില്ല ചേട്ടന്. നല്ല വീഴ്ചയായിരുന്നു അത്. അതൊന്നും പറയില്ല, തകർത്തു. ഇങ്ങനെയായിരിക്കണം സ്കിറ്റ്. അത് ഒരു സ്കിറ്റ് എങ്ങനെയാവണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് അതിൻ്റെ മേളിൽ അവർ കൊണ്ടെത്തിച്ചു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ഇനി പ്രത്യേകിച്ച് ഞാൻ ഒന്നും പറയാനുണ്ടല്ലോ. ഞാനിവിടെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെയൊക്കെ പറയും സുമേഷാണ് അടിപൊളിയായിട്ട് ചെയ്ത് നല്ലപോലെ. ഇപ്പം ഇതിൽ സ്കോർ ചെയ്ത് സുമേഷ് ആയിരുന്നു. ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു എൻ്റെ കഷ്ടകാലത്തിന്. അതെല്ലാം എനിക്ക് മുമ്പേ അങ്ങ് വിളമ്പി. ഇനി എടുത്തു വെച്ചിട്ട് ഞാൻ എന്ത് പറയാനാ? അല്ല, പക്ഷെ അത് ഒരുപാട് കൗണ്ടറുകളുണ്ടായിരുന്നു. മാത്രമല്ല ഈ സ്കിറ്റ് പോലല്ല തോന്നി, ഒരു സിനിമ കാണുന്ന പോലെ നമുക്ക് തോന്നി. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. പിന്നെ കിടന്ന ആളുണ്ടല്ലോ ഇവിടെ നമ്മളെ രതീഷ്, ആയുധങ്ങൾ കൊടുത്ത് അത് ആരും ശ്രദ്ധിച്ചില്ല. പക്ഷെ നമ്മളതെല്ലാം ശ്രദ്ധിച്ച് അവസാനം കോടതി കൊടുത്തിട്ട് പറയാം, ഇതുകൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യണം, ഇനി വേറെ ആയുധം. എല്ലാവരും മെച്ചമായിരുന്നു, അടിപൊളിയായിരുന്നു. സന്ധ്യയുടെ കാര്യം എടുത്ത് പറയണം, രണ്ടുപേരുടെ. സന്ധ്യ തോന്നാലും ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ഒരു ആർട്ടിസ്റ്റ് കണക്കാണ് വന്ന് അടിച്ചു പൊളിച്ചിട്ട്. അവരെ കൂടെ ഒന്ന് വിളിക്കണം. ഓരോ അർത്ഥത്തിൽ ഓരോ ചുമയുണ്ട്. ഇങ്ങനെ ഒരു സംസാരിക്കാൻ ഇവനെ ആക്കി അവസാനത്തെ ചുമ സുമേഷ് പറയാം, അത് തന്നെ. കുഞ്ഞ് വയറ്റിൽ കിടന്ന് 4 ചവിട്ടി. അപ്പം ഉത്തരവാദിക്ക് 2 കൊടുക്കണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കേട്ടിട്ടില്ലാത്ത ഒരുപാട് കൗണ്ടർ. അതായത് എല്ലാം എഴുതി വെക്കണം. അല്ല നമ്മൾ ഒരുപാട് ഹോസ്പിറ്റലിൽ സ്കിറ്റ് ഒരുപാട് കണ്ടിട്ടുണ്ട്. ഈ പ്രസവ വാർഡ് തന്നെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം പുതിയ ഫുട്ബോളുമായിട്ട് ക്ലബ് ചെയ്തതേ ടൈമില്. അല്ല, കൗണ്ടറുകളെല്ലാം പുതിയതായിരുന്നു, എല്ലാം പുതിയ. അതാണ് നമുക്ക് ഒരുപാട് ചെയ്യാൻ പറ്റിയത്. ഇപ്പൊ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് സ്കിറ്റിന്റെ ചർച്ച വേളയിൽ രസകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ക്രിപ്റ്റിനെ സഹായിക്കുന്ന മനോജ് മിന്നലെ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിന് ഉണ്ടായ ഒരു അനുഭവം ഉണ്ട്. അത് പറയാം. അത് കൗണ്ടറായിട്ട് ഇവിടെ പറയണ്ടായിരുന്നു. അതിന്റെ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് കുട്ടി ഉണ്ടാകുമ്പോൾ എവിടെ വെച്ചാ ചോറ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? അപ്പൊ മറ്റേ പറയും, വായിൽ വെച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ പറയാം. അത് വിട്ട് കളഞ്ഞായിരുന്നു. ഓക്കെ, അപ്പൊ എന്നാലും നമുക്ക് ഓഡിയൻസിനോട് ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു സ്കിറ്റ്? അല്ലേ, എല്ലാരും ഇങ്ങനെ തല അറിഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്നു. അടിപൊളി. ഓക്കെ, അപ്പൊ നമുക്ക് ഇവർക്ക് എത്ര സ്റ്റാർസ് കൊടുക്കാം ഇന്നത്തെ ഈ പെർഫോമൻസിന്? 5 stars ആണ് ഇന്നത്തെ പെർഫോമൻസിന് നമ്മുടെ ഓഡിയൻസ് തന്നിരിക്കുന്നത്. 5 stars എന്ന് വെച്ചാൽ പറക്കാട് ജ്വൽസ് തരുന്ന 1 gram ഗോൾഡിൽ പൊതിഞ്ഞ ഒരു പൊന്നാന, ഒപ്പം 10,000 രൂപയുടെ ഒരു ക്യാഷ് വൗച്ചർ. അതാണ് നിങ്ങളുടെ ഈ ടീമിന് കിട്ടാൻ പോകുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. ഇവർക്ക് ഈ സമ്മാനങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട്
നെൽസൺ ചേട്ടനെയും ഉല്ലാസ് ചേട്ടനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്ലീസ്. Now, നമുക്കൊരു സ്പെഷ്യൽ പെർഫോമൻസ് ഉണ്ട്. വേദിയിലേക്ക് എത്തുന്നു സുനിൽ കായംകുളം. നമസ്കാരം സുനിൽ, എന്തുണ്ട് വിശേഷം? സുഖമായിട്ട് പോകുന്നു, കുഴപ്പമില്ല. ഓക്കെ, കുഴപ്പമില്ല. കുഴപ്പമുണ്ടോ ഇല്ലെന്നുള്ള ഇപ്പൊ ഞങ്ങൾ പറയും. എന്താണ് എന്താ പെർഫോമൻസ് കണ്ടിട്ട്? ഞാൻ പെർഫോമൻസ് ചെയ്യുന്നത് കുറച്ച് താരങ്ങളുടെ ശബ്ദമാണ് ഇരിക്കുന്നത്. പിന്നെ കൂടാതെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഒരു ക്യാരിക്കേച്ചർ ഉണ്ട്. ക്യാരിക്കേച്ചർ മീൻസ് നമുക്ക് കുറെ സന്ദേശം നൽകുന്ന ഒരു ക്യാരിക്കേച്ചറാണ്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്ന ചില താരങ്ങളുടെ ശബ്ദമാണ് ആദ്യമായിട്ട്. ശ്രീനിവാസന്റെ ശബ്ദം തന്നെ. ശ്രീനിവാസൻ. അമ്മാമേ കിടിലം കൊള്ളിക്കുന്ന ഒരു പരമരഹസ്യം പോക്കറ്റിലിട്ട് അമ്മാനെ വാടിക്കൊണ്ടാണ് അമ്മാമേ ഞാനവിടെ നിൽക്കുന്നത്. ദാസ എന്തൊക്കെ വാഗ്ദാനങ്ങളായിരുന്നു. പഴം പുഴുങ്ങുന്നു, കോഴി കൊടുക്കുന്നു, മുട്ട കൊടുക്കുന്നു. ദാസ 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 ദാസ. താങ്ക് യു. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകനുണ്ട്. മലയാള സിനിമയിലൊട്ടുള്ള സംവിധായകനുണ്ടെങ്കിൽ പോലും വളരെ പ്രശസ്തമായി നമ്മളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ള സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ ശബ്ദവും മലയാളികൾക്ക് ഏറെക്കുറെ അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ശബ്ദവും തന്നെ ലാൽ ജോസ്. എൻ്റെ സിനിമയിൽ ഞാൻ ദിലീപിനെ നായകനാക്കുന്നു എന്നൊരു ചൊല്ലുണ്ട്. സത്യത്തിൽ ഞാൻ ചെയ്യുന്ന സിനിമയിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നെൽസനെ അല്ലെങ്കിൽ ഇരിക്കുന്ന ഉല്ലാസനെയൊക്കെ നായകനാക്കി ഒരു സിനിമ ചെയ്യണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളൊക്കെ കാണണം. കൂടെ നമ്മുടെ അശ്വതിയെ നായികയാക്കിക്കൊണ്ട് തന്നെ ഒരു സിനിമ ആക്കിയാലോ കൂടി ഞാനൊന്ന് ആലോചിക്കുന്നുണ്ട്. എല്ലാവരും എൻ്റെ സിനിമ കാണുക. നന്ദി, നമസ്കാരം. താങ്ക് യു. ഇനി നമ്മുടെ തമിഴകത്ത് വളരെ പോപ്പുലറായിട്ടൊരു വില്ലനുണ്ട്. മലയാളത്തിലുമുണ്ട്. അദ്ദേഹം എത്തിയിട്ടുണ്ട്. 2 സിനിമയിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹം. പ്രകാശ് രാജ്, ഏറെ പ്രശസ്തനായിട്ടുള്ള പ്രകാശ് രാജ്. ഉനക്ക് കിക്ക് ബോക്സിംഗ് தெரியுமா? பெரிய சாம்பியன் அழக்கூடாது. நம்மளோட கோபம் வெளியில போடும். செல்லா ஐ ലവ് യുടാ. താങ്ക് യു. അടുത്തിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ക്യാരിക്കേച്ചറാണ്. ക്യാരിക്കേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ശരിക്കും പറഞ്ഞാൽ വരയ്ക്കാൻ പെയിന്റ് ഇല്ല, ചുവരില്ല, ഒന്നുമില്ല. പിന്നെ മിമിക്രി കലാകാരനായതുകൊണ്ട് നമുക്ക് തന്നെ വരച്ചെടുക്കാൻ പലതും പറ്റും. നമ്മുടെ ശബ്ദത്തിലൂടെയും നമ്മുടെ ഭാവത്തിലൂടെയും ഒക്കെ. ഓക്കെ, അങ്ങനെ ഒരു കാരിക്കേച്ചർ ആണ്. വിഷ്വലി ഒരു കാരിക്കേച്ചർ തരാം. വിഷ്വൽ ആൻഡ് സൗണ്ട് വെച്ചിട്ട് ഒരു കാരിക്കേച്ചറിനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ കോമഡിയുടെ ഫ്ലോറാണ്. പക്ഷേ ഞാൻ ചെയ്യുന്നതിനകത്ത് കാരിക്കേച്ചറിനകത്ത് കോമഡി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പുതിയ തലമുറയ്ക്ക് നൽകാൻ പറ്റുന്ന ഒരു ചെറിയ സന്ദേശമുള്ള ഒരു കാരിക്കേച്ചർ ഷോ ആണ്. മലയാള സിനിമയ്ക്ക് ഒരു സുവർണ്ണ കാലഘട്ടം, പഴയ കാലഘട്ടം, സത്യനും പ്രേംനസീറും ഒക്കെ അഭിനയിച്ചിരുന്ന കാലഘട്ടം. അന്ന് മലയാള സിനിമയ്ക്ക് ഒരു വേറിട്ട കാഴ്ചയുണ്ടായിരുന്നു, വേറിട്ട അവതരണ ശൈലി ഉണ്ടായിരുന്നു. ഇന്നത്തെ സിനിമ പോലെയല്ല അന്നത്തെ സിനിമകൾ. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തുടങ്ങി കളറിലെത്തിയപ്പോൾ സാങ്കേതിക മികവുകൾ കൂടിയത് കൊണ്ട് തന്നെ മലയാള സിനിമയ്ക്ക് പല പല രൂപങ്ങളായി. പണ്ട് സത്യൻ മാഷ് പാടിക്കൊണ്ടുവരും താഴം പൂമണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി. ഈ മനോഹരമായ പാട്ടും പാടി സത്യൻ മാഷ് വരുമ്പോൾ അന്ന് അഭിനയിക്കുന്നത് ഷീല അല്ലെങ്കിൽ ജയഭാരതിയാണ്. ഇവരന്ന് അഭിനയിക്കുന്നത് എന്താണ്? ഇവർ കണ്ണുകൾ കൊണ്ടാണ് അഭിനയിക്കാറുള്ളത്. ഇന്നത്തെ മലയാള സിനിമ പോലുള്ള ശരീരഭാഗങ്ങൾ കാണിച്ചുകൊണ്ടുള്ള അഭിനയമല്ലായിരുന്നു അന്നത്തെ സിനിമയിലുള്ളതാണ്. ആ പഴയകാല മലയാള സിനിമയുടെ നമുക്ക് കൂടുതൽ സ്നേഹമുണ്ടാകുന്നത്. അങ്ങനെ മലയാള ഭാഷ പല പല രൂപത്തിൽ പല പല ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഓർക്കുക, നമ്മളെ ജനിപ്പിച്ചതും മരിക്കുമ്പോഴും നമ്മൾ പറയാറുള്ളത് മലയാള ഭാഷയിലൂടെ അമ്മയാണ്. ആ മലയാള ഭാഷയെ മറക്കാതിരിക്കുവാൻ ഒരു തലമുറ ഉണ്ടാവണം. അപ്പോൾ ഒരു തലമുറയെ പറ്റി പറയേണ്ടതുണ്ട്. ഒരു പഴയ തലമുറയുടനായിരുന്നു, ഒരു പഴയ കാലഘട്ടം. അന്ന് ഇതുപോലെയുള്ള ജീൻസോ ഷർട്ടോ ഒന്നും ധരിക്കാൻ പറ്റില്ലായിരുന്നു. എൻ്റെ അച്ഛൻ്റെ കാലഘട്ടം പറയുന്നത്. ആ കാലഘട്ടങ്ങളിൽ വളരെ മനോഹരമായ ഒരു വസ്ത്രമുണ്ട്. എന്താണ്? മേൽമുണ്ട് എന്ന് പറയും. ഇന്നത്തെ തലമുറയ്ക്ക് അത് അറിയത്തില്ല. ഇന്നത്തെ തലമുറയ്ക്ക് ജീൻസും ടോപ്പും ഒക്കെ അറിയുള്ളൂ. അന്ന് മേൽമുണ്ട് എന്ന് പറയും. മേൽമുണ്ട് എന്ന അവസ്ഥ എന്താണ്? ഇതായിരുന്നു മേൽമുണ്ട്. കണ്ടോ അശ്വതി? കണ്ടോ? മേൽമുണ്ട് കണ്ടിട്ടുണ്ട്. ഞാൻ എടുത്തപ്പോഴല്ലേ. പിന്നീട് മാറി, മേൽമുണ്ട് മാറി മൽമുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന മുണ്ടിൻ്റെ പേരാണ് മൽമുണ്ട്. അത് വന്നു. ഇത് വിദേശികൾ കൊണ്ടുവന്ന മുണ്ടാണ്. എത്ര മനോഹരമായ മുണ്ടാണ്. ഈ മുണ്ടിനെ മലയാളികൾ മനോഹരമായി ഉടുക്കാറുണ്ട്. കണ്ടില്ലേ? ഞാൻ തന്നെ വളരെ പെട്ടെന്നല്ലേ ഉടുത്തത്. നമ്മളിപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോവുക. അവിടെ ഓസ്ട്രേലിയയിൽ അല്ലെങ്കിൽ ദുബൈയിലൊരു മലയാളി നിൽക്കുകയാണ്. അവൻ മുണ്ടെടുത്തിരിക്കുന്നുണ്ട്. അറിയാവും മലയാളിയാണെന്ന്. കാരണം എന്താണ്? മലയാളി എത്ര മനോഹരമായിട്ടാണ് മുണ്ടെടുക്കുന്നത്. ഈ മുണ്ടിന് മലയാള സിനിമ പല പല രൂപങ്ങൾ നൽകി. മലയാളത്തിലെ പ്രേംനസീർ ആദ്യം മുണ്ടിനെ ഇങ്ങനെ പൊക്കി, ഇങ്ങനെ വെച്ചു, തുമ്പിട്ട് കുത്തി. ആ പ്രിയമുള്ള ആ കൊച്ചു കൂട്ടുകാരെ ഒന്ന് കൈയടിക്കൂ. പിന്നെ മാറി. മലയാളത്തിലെ സത്യൻ മാഷ് വന്നു. ഈ മുണ്ടിനെ എടുത്തു, ഇങ്ങനെ വെച്ചു, ദേ ഇവിടെ കുത്തി വെച്ചു. അമ്മേ കർത്തമ്മ പെച്ചവളാണോ അമ്മേ?
ഇനി മലയാളത്തിലെ മഹാനടൻ മമ്മൂട്ടി വന്ന് മുണ്ടിനെ ഇങ്ങനെ വരച്ചെടുത്തു. മലയാളത്തിലെ മറ്റൊരു സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ഒരു ചിത്രത്തിൽ സ്ഫടികത്തിൽ ഈ മുണ്ടിനെ പറിച്ചെറിഞ്ഞു. കണ്ടിട്ടില്ലേ? അതെ അത് അത് മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു. ഞാനും പഠിക്കുന്ന കാലത്ത് മുണ്ടെടുക്കും, ഇവിടെ ഇങ്ങനെ മടക്കി കുത്തി വരും. കണ്ടിട്ടില്ലേ? നമ്മളിങ്ങനെ മടക്കി കുത്തി വരും. വളരെപ്പെട്ട് നമ്മളെ പഠിപ്പിച്ച അധ്യാപനം കണ്ടാൽ മുണ്ടടിച്ചിടും. സുനിൽ എവിടെ പോയി? സാർ ഞാനൊരു പരിപാടി കഴിഞ്ഞ് വരുന്നു. എന്ത് ചെയ്യുന്നു സുനിൽ? ഞാൻ പരിപാടി കേട്ട് പോകുന്നു. പക്ഷെ ഇന്നത്തെ തലമുറ മാറി. ഈ മുണ്ടെടുത്ത് ഇങ്ങനെ മടക്കി ഒറ്റ പൊക്ക ഒറ്റ കുത്തും. പഠിപ്പിച്ച അധ്യാപനം എന്താ ആ പോടാ. ഞങ്ങളുടെ നാട്ടിലെ കണ്ടി തെറുക്കും, മുണ്ട് തെറുത്തെടുക്കും. തെറുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഒറ്റ കുത്ത വാടാ പോകാം. നമ്മൾ ഈ ആൺകുട്ടികളെ പറ്റി പറയുമ്പോൾ സ്ത്രീകൾക്ക് ഭയങ്കര ചിരിയായിപ്പോഴും. അശ്വതിന് എത്ര ചോദിച്ചു ഭയങ്കര ശരിയല്ലേ? പക്ഷെ സ്ത്രീകൾക്ക് ഒരുപാട് പോരായ്മകളുണ്ട്. ഓർക്കുക, പണ്ടൊരു വസ്ത്രം, അശ്വതിക്ക് ഓർമ്മയുണ്ട്, ഒരു വസ്ത്രമായിരുന്നു ഇത്. എന്താണെന്നറിയാമോ? ധാവണിയാണ്. ആ ധാവണി കേട്ടാ. ഇതിന്റെ പേര് ഹാഫ് സാരി എന്നാണ്. ഇപ്പോഴാണ് ധാവണിയായത്. പുതിയ തലമുറ കൊണ്ടുവന്നാണ് ധാവണി. ഈ ഹാഫ് സാരി എന്ന് പറയുന്ന വസ്ത്രം അന്യം നിന്ന് പോയി. പണ്ടൊക്കെ നമ്മുടെ വീട്ടിലെ പെൺകുട്ടികൾ വയസ്സറിയിച്ചാൽ നമ്മൾ അവരെ തിരിച്ചറിയുന്നത് ഇതുപോലുള്ള ധാവണി എടുത്തു കൊണ്ടുപോകുമ്പോൾ അവൾ വയസ്സറിയിച്ചു എന്നറിയുന്നത്. പക്ഷേ ഇന്ന് അത് 50 വയസ്സുള്ള 48 വയസ്സുള്ള സ്ത്രീകളാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ പേരാണ് ഇപ്പോൾ പറഞ്ഞ ധാവണി. അങ്ങനെ ഇനി ഇത് കാണണമെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിൽ പോകണം, അല്ലാണ്ട് വേറെ മാർഗ്ഗമില്ല. ഇവിടെ കേരളത്തിലില്ല. അപ്പോൾ അതിനുശേഷം പിന്നെ ഒരു വസ്ത്രം വന്നു. എന്താണ്? ചുടിദാർ. ചുടിയും ദാറും ചേർന്നൊരു വസ്ത്രം വന്നു. ഈ ചുടിദാറിന് ഒരു പ്രത്യേകമുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറയുകയാണ്, ഇത് നമുക്ക് ടൗണിൽ വരെ പോകാമെന്ന്. പണി കഴിഞ്ഞാൽ ടൗണിൽ നിൽക്കും. നമ്മളവിടെ നമ്മുടെ എത്തത്തേ ഉള്ളൂ. അത്ര പെട്ടെന്ന് സ്ത്രീകൾക്ക് ധരിക്കാൻ പറ്റുന്ന ഒരു വസ്ത്രമായിരുന്നു ചുരിദാർ. ചുരിദാർ എന്ന് പറയുന്ന വസ്ത്രം എന്ന് വെച്ചാൽ സ്ത്രീകളുടെ അങ്കലാവണ്യങ്ങളെ മറയ്ക്കുവാൻ പറ്റുന്ന വസ്ത്രം. ആദ്യമൊക്കെ ചുരിദാർ ഇവിടെ ആയിരുന്നു, പിന്നെ ഇവിടായി, പിന്നെ കീറി. ഈ കീറിയ ചുരിദാറോട്ട് ഇവിടെ വരെ നടന്നു പോകുമ്പോൾ ചെറുപ്പക്കാരെ നോക്കിയാൽ അത് പീഡനം. ഇവർ ഇടാതിരുന്നാ പോരെ. ഈ കീറിയ ചുരിദാർ കീറി ഇവിടെ. ഇത് എങ്ങോട്ട് ചിന്തിക്കേണ്ടത് പുതിയ തലമുറയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയൊരു വസ്ത്രം ഉണ്ട്. എന്താ രാവിലെ ഒരു കിലോ എണ്ണ വേണം പെൺകുട്ടികൾ കാലിൽ ഇങ്ങനെ തൂത്തിട്ട് വലിച്ച് കയറ്റിയിടും. എന്താണ്? ലെഗിൻസ്. ഇത്ര ബോറൻ വസ്ത്രമാണിത്. ആ മനോഹരമായ വസ്ത്രങ്ങളെ പിന്തുടരുന്ന ഒരു തലമുറയെ വളർത്തിയെടുക്കുന്നു പുതിയ അച്ഛനമ്മമാർ. പണ്ട് മാറ് മറയ്ക്കുവാൻ സമരം ചെയ്തിരുന്നു കേരളത്തിൽ. അതുകൊണ്ടാണ് എൻ്റെ അമ്മയ്ക്ക്, എൻ്റെ മുത്തശ്ശിക്ക്, എൻ്റെ സഹോദരിക്ക്, എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ മക്കൾക്ക് മാറ് മറയ്ക്കുവാനുള്ള അവസരം ഉണ്ടായിട്ടുള്ളത്. അന്ന് ഷോള് എന്ന് പറയുന്നൊരു വസ്ത്രമുണ്ടായി. എന്ത്? ഈ ചുരിദാറിനൊപ്പം. എത്ര മനോഹരമായ വസ്ത്രമായിരുന്നു ഷോള്. ഇങ്ങനെ ഇടും, കണ്ടില്ലേ? ചില പെൺകുട്ടികൾ ഷോളിനെ ഇങ്ങനെ പടവരാതി പോലെ വിരിച്ചിട്ടു, ചിലതിനെ കയറ്റിയിട്ടു, ചിലർ തിരിച്ചിട്ടു, കറക്കി കാട്ടി. കണ്ടില്ലേ? ഇപ്പം സ്ഥിരമായിട്ട് തൂങ്ങി മറന്ന. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ട്രിവാൻഡ്രത്തോട് ഇങ്ങനെ പോകുമ്പോൾ കണ്ടാണ്. ഇതേ ഒരു എന്ത് സ്റ്റൈലെന്ന് എനിക്കറിയില്ലെന്ന് പറഞ്ഞു. കുറേ പെൺകുട്ടികൾ ചേർന്ന് ഈ ഷോളിൽ ഇങ്ങനെ ചുരുട്ടാൻ തുടങ്ങി. ചുരുട്ടി കുപ്പയിലേക്ക് വലിച്ചെറിഞ്ഞു. ഓർക്കുക, പണ്ട് മാറ് മറയ്ക്കുവാൻ സമരം ചെയ്തിരുന്ന കേരളത്തിൽ മാറ് കാണിക്കുവാൻ സമരം ചെയ്യുന്ന പെൺകുട്ടികൾ വളർത്തിയെടുക്കുന്ന അച്ഛനമ്മമാർക്കും സുഹൃത്തുക്കൾക്കും സ്നേഹിതർക്കും ഒക്കെ എതിരെയാണ് എൻ്റെ ഈ ചെറിയ കാരിക്കേച്ചർ. ഇഷ്ടമായെങ്കിൽ നമസ്കാരം. സുനിൽ, ഒരു തകർപ്പൻ പെർഫോമൻസ് ആയിരുന്നു. നല്ലൊരു കൈയടി കൊടുക്കാം അല്ലേ സുനിലിന്? എന്ത് പറയുന്നു നെൽസേട്ടാ? ഇങ്ങനൊരു സന്ദേശം നമ്മുടെ ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് കൊടുത്തതിന് ആദ്യമായി ഞാൻ നന്ദി പറയുകയാണ്. താങ്ക് യു. പിന്നെ ചെയ്ത പെർഫോമൻസ് അടിപൊളിയായിരുന്നു. സ്റ്റാർസിൻ്റെ എല്ലാം ഗംഭീരമായിരുന്നു. അടിപൊളി. താങ്ക് യു. ഉല്ലാസേട്ടാ? സൂപ്പർ. താങ്ക് യു. പരിപാടി നമ്മൾ സുനിൽ ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്. സുനിൽ ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്, ഒരുമിച്ച് പരിപാടി ചെയ്യുന്ന ആളുകളാണ്. അടിപൊളിയായിരുന്നു. സൂപ്പർ. താങ്ക് യു. ഉല്ലാസ് പറഞ്ഞ പോലെ തന്നെ കലാകാരന്മാർ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു മനസ്സിലെ കാര്യം ഞാൻ പറഞ്ഞോളൂ. ഞാൻ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലഹരി വിരുദ്ധ സംഘടനയുടെ ആലപ്പുഴ ജില്ലയിലെ പ്രചോദനയുടെ സെക്രട്ടറിയാണ്. ലഹരി വിരുദ്ധ സംഘടന, മദ്യവിരുദ്ധ സംഘടനയുടെ. പിന്നെ കുറച്ച് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. ഒരുപാട് സന്തോഷം അങ്ങനെ ഒരാളെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ, താങ്കളുടെ പെർഫോമൻസ് ഇവിടെ കാണാൻ കഴിഞ്ഞതിൽ. സോ താങ്ക് യു സോ മച്ച്. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു. താങ്ക് യു. ഈ KL 68 14 50 വണ്ടി ചേട്ടനാണോ? അല്ല, KL 68 14 50 വണ്ടി നിങ്ങളുടെ ആണോ? ചേട്ടനാണോ? നിങ്ങളുടെ വണ്ടിയാണോ? നിങ്ങളുടെ ആരുടെ അല്ല? ആ, ഈ KL 68 14 50 വണ്ടി ആരുടെ? നിങ്ങളുടെ ആണോ? ഹലോ, നിങ്ങളുടെ ആണോ? അല്ല, 14 50 അവരുടെയാണോ? ഈ KL 68 14 50 വണ്ടി ബൈക്ക് എൻഫീൽഡ് അത് നിങ്ങളുടെ ആണോ? എൻ്റെ പൊന്നു സാറേ, ഞാൻ ബൈക്കിലൊന്നും കയറാറില്ല. ബൈക്കെ കയറാറില്ല എന്നോ? പെണ്ണുങ്ങൾ ഇവിടെ വരെ തെങ്ങയിൽ വരെ കയറും. ഒന്ന് തല താത്തി കൊടുത്ത ആണുങ്ങളുടെ തലയിൽ വരെ കയറും. അങ്ങനെയുള്ള പെണ്ണുങ്ങളോ പറയാ ഞാൻ കയറിയിട്ടില്ല എന്ന്. അപ്പം നിങ്ങളുടെ അല്ല? അല്ല അല്ല അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ ചിലപ്പോൾ എൻ്റെ ആണെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു നോക്കട്ടെ. ഹലോ, ആ എടി, വിളിച്ചിട്ട് കിട്ടുന്നില്ലത്. എൻ്റെ ഫോണിനെ ഈ കുറച്ച് നാളായുള്ള ഒരു പ്രശ്നം.
എൻ്റെ ഭാര്യനെ ഞാൻ എപ്പോൾ ഈ ഫോണിൽ നിന്ന് വിളിച്ചാലും കാലത്ത് മുതൽ വൈകുന്നേരം വരെ വിളിച്ചാലും കഴിഞ്ഞാൽ എൻഗേജ്ഡ് ടോണാ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ആ അത് സാറിന്റെ ഫോണിന്റെ കംപ്ലൈന്റ് തന്നെ ആവാനാ സാധ്യത. ഫോണിന്റെ കംപ്ലൈന്റ് അല്ലേ? അതെ, അതെ, അതെ. പക്ഷെ വീട്ടിൽ ചെന്ന് അപ്പം തന്നെ വിളിച്ചാൽ കിട്ടും. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വിളിച്ചവളെ കിട്ടില്ല. ഫോണിന്റെ കംപ്ലൈന്റ് ആയിരിക്കും. ഫോണിന്റെ ആണ് ആണല്ലേ? ഒന്നുകൂടെ റേഞ്ചിന്റെ ആയിരിക്കും, റേഞ്ചിന്റെ. ആണോ? ഞാൻ ഹൈ റേഞ്ചുകാരനാണല്ലോ. എന്നിട്ട് എന്താണ് റേഞ്ച് അങ്ങനെ വരാൻ പോകുന്നത്? ഹലോ, ആ കിട്ടി 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 കിട്ടി. എടി KL 68 1450 എൻഫീൽഡ് ബുള്ളറ്റ് നമ്മുടെ ആണോ? നമ്മുടെ പെട്ടിയാപ്പയാണോ? നമുക്ക് ബൈക്കില്ലല്ലേ? അയ്യോടി, അതെന്നെ സംഭവം എന്നാ വെച്ചാലേ, ഈ ബൈക്ക് നിരത്തിലിറങ്ങിയിട്ട് കുറേ നാളായി, ഒരുപാട് വർഷമായി. ഇന്ന് വരെ പെറ്റി കേസിൽ അത് പെട്ടിട്ടില്ല ബൈക്ക്. അപ്പോൾ അതുകൊണ്ട് കേരള ട്രാഫിക് പോലീസ് ആ ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ട് ഒരു പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ സ്റ്റേഷനിൽ നിന്നേ ഈ ബൈക്കിനും അതിൻ്റെ ഓണർക്കും 1 ലക്ഷം രൂപ പാരിതോഷികം കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് പെറ്റിയൊക്കെ അടഞ്ഞു പോയിക്കോളൂ. അതുകൊണ്ടാ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ പെട്ടിയാപ്പായിലേക്ക് ആക്കാതെ, ഞാനല്ല പോലീസുകാരെ, നമ്മളൊക്കെ കൊടുക്കണേ. ഓക്കെ ഓക്കെ. മാവാ സുരേഷിൻ്റെ നമ്പർ ഉണ്ടോ? എന്തിനാ? ഒരു മൂർക്കം പാമ്പ് ഇവിടെ കുറേ നേരമായിട്ട് ചീറ്റിക്കൊണ്ടിരിക്കുക. അല്ല സാർ, ഞാനായിരുന്നു. ഞാനായിരുന്നു. ഏത് മൂർഖനോ? അല്ല, പിന്നെ ആദ്യം സാറ് പറഞ്ഞ മറ്റേ പെട്ടി ഓട്ടർഷ അല്ല, മറ്റേ ആദ്യം സാറ് വേറെ സംഭവം 1 ലക്ഷം രൂപ അല്ല, ഒരു നമ്പർ വണ്ടി KL 68 1450 അതിന് ഉടമ നീയാ? ഞാനാണ്. നീയാണോ? ഞാനാണ്. നിന്നോട് ഞാനിവിടെ വന്ന് കയറിയിട്ട് ചോറ് വേണോ എന്നല്ല ഞാൻ ചോദിച്ചത്. വാക്കൊന്നും മാറ്റി പറഞ്ഞിട്ടില്ലോ. നീ എന്നാ പശ വിഴുങ്ങിട്ട് നിൽക്കുമായിരുന്നു അവിടെ? ചോദിക്കുമ്പോൾ നമുക്കറിയത്തില്ലല്ലോ സാറിന് ഏത് ഉദ്ദേശത്തിലാണ് ചോദിക്കുന്നുള്ളത്. നമുക്ക് എന്തെങ്കിലും പ്രശ്നമാണോ, അതുകൊണ്ട് നമ്മൾ ഏക്കാഞ്ഞത്. ഇപ്പോൾ 1 ലക്ഷം രൂപ ആകുമ്പം ഞാൻ അങ്ങോട്ട് ഇവിടുന്ന് മെനക്കെട്ട് അവിടെ വന്ന് വാങ്ങിക്കണോ, അത് സാറ് ഇങ്ങനെ കൊണ്ടു തരുമോ? ഇല്ലടാ, ഞാൻ ഇങ്ങോട്ട് വരാം. നീ ഒരു എന്നോട് എൻ്റെ വായനിരിക്കണം വല്ലതും കേൾക്കൂട്ടോ. എന്താ സാറേ വിഷയം? എന്താ എന്നാ വിഷയം എന്നോ? ഞാൻ ഇവിടെ ട്രാഫിക് സിഗ്നലിന്റെ ജംഗ്ഷനിൽ നിൽക്കുക. ഇവൻ ഹെൽമെറ്റ് ഇല്ലാതെ വരുവാ, ബൈക്ക് ഓടിച്ചോണ്ട്. ഞാൻ ഇവന്റെ കൈ കാണിച്ചു. ഇവൻ ബൈക്കിന്റെ എന്റെ അടുത്തേക്കടെ വന്നിട്ട് ഇങ്ങനെ ഒരു അടി അടിച്ചിട്ടൊരു പോക്ക്. ഞാൻ സെലിബ്രിറ്റി ആണല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു പോലീസ് സാറിന് എന്നെ അറിയായിരിക്കും, ടി വിയിലൊക്കെ കണ്ട് എങ്ങനെ അപ്പൊ എന്നെ കണ്ട് ഹായ് എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത്. അപ്പൊ സാറിനൊരു പിണക്കം വേണ്ട, ഒരു വിരോധം വേണ്ടെന്ന് കരുതി ഞാൻ വണ്ടി വിട്ടിട്ട് ഹായ് എന്ന് റെഡി അടിച്ചിട്ട് ഞാൻ പോയത്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. അങ്ങനെ നീ ഹായ് അടിച്ചിട്ട് പോയതല്ലേ? നെൽസ എൻ്റെ അടുത്തത് ഒരുമാതിരി വൃത്തിയായിട്ട് കാണിക്കരുത്. നീ പെട്ടി അടയ്ക്കണം. അത് പെട്ടി തുറന്നവരോട് പറയണം പെട്ടി അടയ്ക്കാൻ. ഞാൻ പെട്ടി അടയ്ക്കത്തില്ല. ഇവിടെ ആ പെട്ടി അല്ലെന്ന്. പിന്നെ നീ അഹങ്കാരം കാണിച്ചത് കൊണ്ട് നീ 2 പെട്ടി എടുക്കണം. എന്താ സാറേ ഈ പറയുന്നത്? എന്തിന്റെ കാര്യം എന്താണ്? ആ കാരണം നീ ഒന്നും ഹെൽമെറ്റ് വെച്ചില്ല, നീ നമ്മൾ ട്രാഫിക് നിയമം തെറ്റിച്ചു. അത് 2 പെട്ടി നീ അടക്കണം. ചെറിയ ചെറിയ ജീവികൾ വരെ ഹെൽമെറ്റ് വെച്ചോണ്ട് നടക്കുന്നുണ്ട്. നിനക്കൊക്കെ ഹെൽമെറ്റ് വെച്ചാൽ ഈ ഹെൽമെറ്റ് വെച്ചാൽ എന്താ സാറേ പ്രയോജനം? എന്താ സാറേ പ്രയോജനം? എന്താന്നോ? എടാ, നിന്റെ തലയ്ക്കകത്തൊന്നുമില്ലല്ലോ, പുറത്തെങ്കിലും എന്തെങ്കിലും ഇരിക്കട്ടെ ഹെൽമെറ്റ് വെക്കാൻ. എടാ, ഇവിടെയുള്ള ജീവികള് സാറേ ജീവി എന്ന് പറയാം. ഏത് ജീവികളാണ് ഹെൽമെറ്റ് വെച്ചോണ്ട് ജീവി? ഞാൻ കണ്ടിട്ടില്ല അങ്ങനെയുള്ള ജീവി. ഹെൽമെറ്റ് വെച്ച് നടക്കുന്ന ജീവിനെ നീ കണ്ടിട്ടില്ല? ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കേൾക്കണം. ആമ ഹെൽമെറ്റ്, ഒച്ച, കക്ക, ചിപ്പി, ഇത്രയും സാധനങ്ങൾക്ക് ഒരു പണി പോലും ഇല്ലാത്ത മൃഗങ്ങൾ, ഒരു ജീവികൾ വരെ ഹെൽമെറ്റ് വെച്ച് നടക്കണം. ഇവന് മിമിക്രി കളിച്ച് ഇഷ്ടം പോലെ പൈസ കിട്ടണല്ലേ? നിനക്കൊരു ഹെൽമെറ്റ് മേടിച്ച് വെച്ചാൽ അങ്ങനെ ഈ വലിയ ആമയുടെ കാര്യം അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. പാണ്ടിലോറിയുടെ കീഴിൽ കിടന്ന് എത്ര ആമ പൊട്ടി പറഞ്ഞു നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ISA മാർക്കില്ലാത്ത ഹെൽമെറ്റ് വെച്ച് കിടന്ന് അങ്ങനെ ഇരിക്കും. ജീവികളാണെങ്കിൽ ISA മാർക്ക് വെച്ച് കിടക്കണം. അതാണ് അങ്ങനെ പറഞ്ഞത്. ഇതാണ് സാർ, ഇതാണ് ആത്മാർത്ഥം. ഇങ്ങനെ വേണം ഉദ്യോഗസ്ഥര്. അതല്ലേ? പോലീസുകാർ വളരെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യും. മനസ്സിലായി, പയ്യനത് മനസ്സിലായി. എനിക്ക് ആത്മാർത്ഥം. ഞാൻ ഭയങ്കര കർക്കശക്കാരനാണ്. എന്റെ ഈ ആത്മാർത്ഥ കാരണം ഉണ്ടല്ലോ, എന്റെ ഭാര്യ വരെ എന്നെ ഉപേക്ഷിച്ചു പോയി. അത്രയ്ക്ക് ആത്മാർത്ഥം ഞാൻ. എൻ്റെ ഭാര്യ അങ്ങനെ ഉപേക്ഷിച്ചു. ഞാനൊന്നാമത് ഉള്ള നൈറ്റ് ഡ്യൂട്ടി മൊത്തം കൊടുക്കും ഈ ജോലിയോടുള്ള ആത്മാർത്ഥകാരനെ. ഞാൻ ഒരു ദിവസം ഇങ്ങനെ നൈറ്റ് ഡ്യൂട്ടി കഴിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ വീടിൻ്റെ വലത് സൈഡിൽ ഇരിക്കണ എൻ്റെ ഭാര്യ ഒരു റിങ്കുപെട്ടിയായിട്ട് ഇറങ്ങി വരുക. ഇടത് വശത്തേക്ക് നോക്കുമ്പം ഒരു ചെറുപ്പക്കാരൻ അപരിചിതൻ ഇറങ്ങി വരുക. ഞാൻ വിടുവോ? നിയമം കയ്യിലെടുക്കാൻ ഞാൻ സമ്മതിക്കോ? ഓടി അങ്ങ് ചെന്നിട്ട് ഭാര്യയുടെ നേരെ ഒറ്റ സ്റ്റോപ്പ്. ഈ ചെറുപ്പക്കാരൻ്റെ അടുത്ത് കൈ കടന്നു പോകാൻ പറ്റും. അവ എങ്ങനെ അങ്ങനെ ട്രാഫിക് നിയമത്തിലൂടെ ഒരു ആക്സിഡന്റ് ഞാൻ ഒഴിവാക്കിയല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് ഈ സാറെന്തിനാ ഈ പെൺപിള്ളയുടെ നേരെ ഇങ്ങനെ കൈ കാണിച്ചത്? അവളെ ഇടത്തും വലത്തും വരുമല്ലേ? ഞാൻ ഇങ്ങനെ സ്റ്റോപ്പ് കൊടുത്തില്ലെങ്കിൽ എന്റെ മുമ്പിൽ കിടന്ന ഒരു ആക്സിഡന്റ് ഉണ്ടാവൂലേ? അതുകൊണ്ട് അവിടെ നിർത്തിയിട്ട് ഈ ചെറുപ്പക്കാരൻ ഞാനിങ്ങനെ കടത്തിവിട്ടതിന് ശേഷം ഞാനിങ്ങനെ ഈ എറാത്തിന് ഇങ്ങനെ നോക്കുമ്പോഴേ എൻ്റെ ഭാര്യയുടെ കൈക്കും പിടിച്ച് ഈ അപരിചിതനായ ചെറുപ്പക്കാരൻ കണ്ടെത്തി കിടങ്ങ് പോവുക നടന്ന്. സാർ എന്തൊരു മനുഷ്യനാണ്! സ്വന്തം ഭാര്യ പോയിട്ട് തിരിച്ചു വിളിച്ചുകൂടായിരുന്നു? വിളിച്ചാൽ പോരായിരുന്നു. എനിക്ക് തിരിച്ച് ഞങ്ങളൊരു പോലീസുകാരനല്ലേ, കർക്കശക്കാരനായ പോലീസുകാരനല്ലേ, എനിക്ക് പുറകെ നിന്ന് വിളിക്കാൻ പറ്റും. ഞങ്ങൾ അങ്ങനെ വിളിക്കുമല്ലോ. ഇവിടെ ബിസിൽ വേണം. ഞാൻ ബിസിൽ ചായക്കടയിൽ വെച്ച് മറന്നില്ലേ, അങ്ങനെ ഭാര്യ പോയി. പക്ഷെ എന്തായാലും
ഭാര്യ പോയ കൂടുതൽ ഞാൻ ആ വിഷമം തീർക്കാനായിട്ട് ഞാൻ രണ്ടാമതൊരു കെട്ട് കെട്ടി. ഇപ്പം ആ പെണ്ണുമ്പിള്ളേനാണ് വിളിച്ചാൽ കിട്ടാതെ. അവൾ ശുദ്ധയാണ്, എൻ്റെ മൊബൈലിൻ്റെ പ്രശ്നമാണത്. അപ്പം നെൽസ, എന്നെ വെറുതെ ചൂട് പിടിപ്പിക്കരുത്, പെറ്റി അടക്കണം. നിങ്ങൾക്ക് സദാ പോലീസുകാരനെ പോലെ എന്നെ കാണരുത്. നിനക്കറിയാമോ, 6th സെൻസ് ഉള്ള ഒരാളാണ് ഞാൻ. എൻ്റെ അടുത്ത് കള്ളത്തരം പറഞ്ഞ് ഞാൻ അപ്പം പിടിക്കും. സിക്സ് സെൻസ് എന്ന് പറഞ്ഞാൽ അറിയാൻ പാടില്ലേ? ആറാം ഇന്ദ്രിയം. അയ്യോ, ആറാം ഇന്ദ്രിയം ഇപ്പം എങ്ങനെ പറഞ്ഞു കൊടുക്കണേ? അതായത് ഈ ആറാം ഇന്ദ്രിയം എന്ന് വെച്ചാൽ എന്തെങ്കിലും അപകടം നടക്കുവാണെങ്കിൽ പെട്ടെന്ന് ഈ മൃഗങ്ങളുണ്ടല്ലോ, മൃഗങ്ങൾക്ക് പെട്ടെന്ന് ആ ലക്ഷണം വരും. സുനാമി വന്നപ്പോൾ പശുവൊക്കെ വലിയ വായിൽ നിലവിളിച്ചു. അതിലേറ്റവും വലിയ മിടുക്കെന്ന് വെച്ചാൽ പട്ടിയാ. ഈ പട്ടിയുടെ ഇന്ദ്രിയമാണ് എനിക്കുള്ളത്. അയ്യേ, അപ്പൊ സാറിന് പട്ടിയുടെ ഇന്ദ്രിയമാണ്. നീ എന്നെ കളിയാക്കണ്ട. എന്റെ കണ്ണി ഒന്നിറക്കണ്ടോ? അതെന്താണ് കണ്ണി ഒന്നിറക്കണ്ട? ഈ ആറാം ഇന്ദ്രിയം ഉണ്ട്, ഈ തലച്ചോറിന്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ മിക്സിക്കകത്ത് ഫ്രൂട്ട്സ് കിടന്ന് കറങ്ങണാര് കറങ്ങുക. അതിന്റെ ചൂട് കൊണ്ടാണ് എന്റെ കണ്ണി ഒന്നിറക്കണേ. അതുകൊണ്ട് എൻ്റെ അടുത്ത് കള്ളത്തരം കാണിക്കരുത്, ഞാൻ പോക്കും. അങ്ങനെയാണെങ്കിൽ എന്റെ കണ്ണും ചുവന്ന് കിടപ്പുണ്ട്. എനിക്കും ഉണ്ട് ആറാം ഇന്ദ്രിയം. നിനക്ക് ആറാം ഇന്ദ്രിയമായിട്ടാണല്ലോ എടാ. നീ വെളുപ്പിനെ 3 മണി വരെ ഫാഷൻ ചാനലും കണ്ടോണ്ട് ഇങ്ങനെ ഇരിക്കും. ഉറങ്ങാത്തോണ്ട് കണ്ണു തോന്നുന്നു നടക്കണം. ആറാം ഇന്ദ്രിയം ഉണ്ടെന്ന്. നെൽസ, പെറ്റി അടക്കണ്ടോ? അങ്ങനെ എൻ്റെ അടുത്ത് ഒരു പണി നടക്കില്ല മോനെ. ഈ വക ഒരു പണികളും എൻ്റെ അടുത്ത് നടക്കില്ല. ആ, ഇപ്പൊ പ്രശ്നം തീർന്നല്ലോ. പ്രശ്നം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. പ്രശ്നം എന്താണ് പ്രശ്നം? പ്രശ്നം ഇപ്പൊ തുടങ്ങും. ആനാ പ്രശ്നം? ഇതുകൊണ്ട് ഇപ്പൊ എത്ര ക്യാമറ ഇത് കണ്ടെന്ന് ഒപ്പിയെടുത്തെന്ന് അറിയാതെ. ക്യാമറ ഒപ്പിയെടുക്കാൻ ഞാൻ നിങ്ങൾക്ക് കൈക്കൂലിയാണ് തന്നത്, മനസ്സിലായോ? ഞാൻ നിങ്ങൾക്ക് കൈക്കൂലിയാണ് തന്നത്, കൈക്കൂലി. ക്യാമറ മൊത്തത്തിൽ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്, ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജോലി തൊപ്പി തെറിക്കും. അങ്ങനെ എൻ്റെ വീട്ടിൽ പോയി കുത്തിയിരിക്കാം. അല്ല, ഞാനത് മറ്റേ അതിന് വിളിച്ച അവിടെ തന്നെ പിന്നെ ഭാര്യയെ കിട്ടിക്കോളൂ. എന്റെ തൊപ്പി തെറിക്കും. തെറിപ്പിക്കും. ഈ പണി വന്നു. എടാ മണ്ട, നിനക്കല്ല വിവരം ഉണ്ടോ? എടാ, ഈ കൈക്കൂലി മേടിക്കണവന് അതുപോലത്തെ കുറ്റം തന്നെയാണ് കൊടുക്കണത്. അപ്പൊ നീയും അഴി എണ്ണേണ്ടി വരും. ആ, ഇപ്പൊ ഇനി നിനക്കൊന്നും പറയാനില്ല. തന്നെയല്ല, ഞാൻ പറയും, നീ എന്നോട് മേടിച്ച പൈസ ഞാൻ തിരിച്ചു മേടിച്ചാന്ന് പറഞ്ഞാലോ? അങ്ങനെ കടം മേടിച്ച പൈസ? ആ, കടം മേടിച്ച തിരിച്ചു മേടിച്ചാന്ന് പറഞ്ഞാലോ? അങ്ങനെ ഞങ്ങൾ പറയത്തില്ലല്ലോ. അങ്ങനെ നീ പറയണ്ട, ഞാൻ എഴുതി അങ്ങ് കൊടുക്കും കോടതിയിൽ. ഇവിടെ പോലീസുകാർ പറഞ്ഞാടാ കോടതി കേൾക്കുള്ളൂ. ആ, അതങ്ങനെയാ. ഹലോ, അയ്യോ, ഞാനിപ്പോ തന്നെ അങ്ങോട്ട് വരാം. അതെ, ആ, ഓക്കെ ഇപ്പൊ തന്നെ വരാം. അതെ, എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ വിളിച്ചതാ. എന്റെ രണ്ടാമത് കെട്ടിയ ഭാര്യയല്ലേ, ട്രങ്ക് പെട്ടിയുമായിട്ട് വലത് സൈഡിൽ കൂടെ ഇറങ്ങി വരുക. ഇടത് സൈഡിൽ കൂടെ വേറെ ചെറുപ്പക്കാരനും വരണ്ടെന്ന്. അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ടേ സിഗ്നൽ കൊടുത്തില്ലെങ്കിലേ ഇവരെന്റെ വീടിന്റെ മുറ്റത്ത് ആക്സിഡന്റ് ഉണ്ടാവും. അതുകൊണ്ട് ഞാനൊന്ന് പോയി ബ്ലോക്ക് ചെയ്തിട്ട് മിടുക്കനാട്ടോ. കോമഡി മസാലയുടെ ഇന്നത്തെ ചിരിക്കൂട്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ ചിരിയുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും മറ്റൊരു എപ്പിസോഡിൽ.